അങ്ങനെ 7th മന്ത് ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഇനി തൊട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാം വലിച്ചു വാരിയിട്ടേക്കായിരുന്നു കേട്ടോ. പോകാൻ നേരത്ത് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പറയണ്ടല്ലോ, അവരെല്ലാം ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കളി സാധനങ്ങളും എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് പോവും. അപ്പോൾ ഇതവരുടെ മൈക്ക്. അപ്പോൾ ഇവിടെ ബ്രദറിൻ്റെ മോളുണ്ട്, എൻ്റെ മോളുണ്ട്. അവളിപ്പോൾ ഇവിടെ ഇല്ല, ബ്രദറിൻ്റെ മോളിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ എൻ്റെ ഉപ്പ കൊടുത്തുവിട്ട മൈക്ക് സെറ്റാണ് കേട്ടോ. രണ്ടുപേർക്കും ഓരോ മൈക്കും ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറും ഉണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയുണ്ടോ, ഒരു ബാഗ് പോലെയാണ്, ഒരു പെട്ടി പോലെ ഇരിക്കുന്നതാണ് ഈ സ്പീക്കർ. അതിനകത്ത് രണ്ട് മൈക്കും, രണ്ടുപേർക്കും ഓരോ മൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഇവിടെ കൂടിയാലാണ്, അല്ലാതെ സെപ്പറേറ്റ് മൈക്ക് രണ്ടുപേർക്കും വേറെ വേറെ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ സ്പീക്കർ ഉള്ളതുകൊണ്ട്. പിന്നെ ടേബിളെല്ലാം വലിച്ചു വാരിയിട്ടേ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് മുസല്ലയും, നിസ്കരിക്കുന്ന മുസല്ലയും പിന്നെ കട്ടിംഗ് ബോർഡും എല്ലാം ഇരിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കായിരുന്നു അവൾ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചിങ്ങനെ എന്തെങ്കിലും ചെയ്യും, പിന്നെ എവിടെയെങ്കിലും പോയിരിക്കും, ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കും. അങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര കുടിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ദിവസം ഇന്ന ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വയ്ക്കും കേട്ടോ. നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിലല്ലാത്തപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ചും നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കണമല്ലോ. യൂറിൻ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ സെറ്റിയിലൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ പൊടിയൊക്കെ ചവിട്ടി കയറ്റിയിട്ടും, ചെറിയ മക്കളുള്ള സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ പണി. ബാക്കി പണികളൊന്നും നടക്കുകയില്ല. അങ്ങനെ ആ ഹോളിലൊക്കെ ഒന്ന് അടിച്ച് തൂത്തിട്ടപ്പോഴേക്കും അവൾ റൂമിൻ്റെ വാതിൽ അടച്ചിട്ട് ഉമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവൾ ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ നല്ല ഇടയ്ക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ടൊക്കെ വിരിച്ചൊക്കെ ഇടലുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു അഭിപ്രായം പറയുമല്ലോ, അത് കേൾക്കാനായിട്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഹോസ്പിറ്റൽ ഫയൽ പോയി വന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് നോക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, പ്രഷർ, വെയിറ്റ്, പിന്നെ എല്ലാ ഫസ്റ്റ് സ്കാനിങ്ങിലുള്ള ഡീറ്റെയിൽസും സെക്കൻഡ് സ്കാൻ എല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ നമുക്ക്. അപ്പോൾ ആ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ നോക്കായിരുന്നു. ഇവിടെ കിൻഡർ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്, എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിൽ. പിന്നെ എൻ്റെ മുൻപത്തെ സ്കാനിങ് റിപ്പോർട്ട്സും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളും എല്ലാം ഉണ്ട്. അതൊക്കെ എല്ലാം ഇടയ്ക്ക് ഒതുക്കി ഒന്നും കൂടെ വെക്കലുണ്ട്. ഓരോ തവണ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോഴും ഒന്നെടുത്ത് നോക്കിയിട്ട് എല്ലാം ഒന്ന് ഇടയ്ക്ക് ഒതുക്കി വെക്കലുണ്ട്. ആവശ്യമില്ലാത്ത വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാനും ഇത് നോക്കലുണ്ട് കേട്ടോ. ഇനി 23-ാം തീയതി വരുമ്പോൾ നമുക്ക് 8 മന്തിലേക്ക് കിടക്കുക കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ 23-ാം തീയതിയാണ് പോകാനായിട്ട് പറഞ്ഞേക്കണത്. അന്ന് പോയിട്ട് സ്കാൻ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒപ്പം അന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് പ്രഗ്നൻസിയിലുള്ള ഷുഗറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഫയലൊക്കെ നോക്കി വന്നപ്പോഴേക്കും അവൾ സർപ്രൈസ് റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് വാതിൽ തുറന്ന് ബെഡ്ഷീറ്റ് വിരിച്ചതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അവൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് വാരി തരാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. ഇടയ്ക്ക് ഇതുപോലെ ഞാൻ വാരി കൊടുക്കുമ്പോൾ ഫോൺ വെച്ച് കൊടുക്കലില്ല, പക്ഷെ അവൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഇതുപോലെ ടി വിയിൽ കാണുന്ന പോലെ നമുക്ക് ടി വിയിൽ ഇപ്പോൾ കേബിൾ കട്ടായി കിടക്കുന്നതുകൊണ്ടൊന്നും കാർട്ടൂൺ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വൈഫൈയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫോണിൽ സ്റ്റാൻഡിൽ ഇങ്ങനെ ടി വി പോലെ വെച്ച് കൊടുത്തിട്ട് ചോറ് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് കറി ഉണ്ട് കേട്ടോ, അതും കൂട്ടിയിട്ട് അവൾക്ക് കൊടുത്തു. ഇനി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിനപ്പോൾ ഉമ്മച്ചി ബീഫിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ കൊതിയായിട്ടോ. അപ്പോൾ വേഗം പിന്നെ സമയം കളഞ്ഞില്ല, വേഗം തന്നെ എടുത്ത് ഫുഡ് അടിക്കുകയാണ്. നേരത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും കേട്ടോ, ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും പിന്നെ ചക്ക ഉപ്പേരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് ബീഫും ഈ ചക്ക ഒലത്തും പിന്നെ നമുക്ക്
കാന്താരി ഉപ്പിലിട്ട മാങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാന്താരിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. എനിക്കിപ്പോൾ ഈ രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം ബീഫ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ബീഫിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീഫിൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് അല്ലേ ബീഫിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്നത്. നമ്മൾ ഈ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പോയി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം നന്നായിട്ട് ഫീൽ ചെയ്യും എന്നൊക്കെ എല്ലാവരും പറയലില്ലേ. എനിക്ക് അപ്പോഴും ഫീൽ ചെയ്യലുണ്ട്. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നന്നായിട്ട് അനക്കം ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുകയായിരിക്കും എന്ന്. അങ്ങനെ പിന്നെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ പാത്രം കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാത്രം കഴുകുകയാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഷെയ്ക്ക് അടിച്ചു കുടിക്കാനായിട്ട് നമ്മൾ വാൽനട്ടും ബദാമും ഈന്തപ്പഴമൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിഞ്ഞ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ തരി തരി പോലെ കിടക്കും. അപ്പോൾ അത് മറക്കാതെ ഓർത്ത് വേഗം വെള്ളത്തിലെടുത്ത് ഇടേണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ തന്നെ എല്ലാവരും എന്തൊക്കെ കുട്ടിക്ക് വെയിറ്റ് വയ്ക്കാനും നല്ല നല്ല ഫുഡൊക്കെ കഴിക്കാനും നമ്മൾ തന്നെ ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ അതെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുകയും കുതിരാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഷേക്ക് അടിച്ചു കുടിക്കുന്നത് പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ വെയിറ്റ് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വാൽനട്ടും ബദാമൊക്കെ കുറച്ച് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് പിറ്റേ ദിവസം അത് ഇങ്ങനെ ഷേക്ക് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വാൽനട്ടും ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ മുകളിൽ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്, ഞാനും മോളും. അങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ മെഡിസിൻ എടുക്കാനുണ്ട് നമുക്ക്. ഈ ഒരു 5th മന്ത് കഴിയുമ്പോൾ അയൺ ടാബ്ലറ്റും കാൽഷ്യം ഒക്കെ കഴിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കണം. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഒരു 3 മാസം 4 മാസമൊക്കെ ഫോളിക് ആസിഡ് ആയിരിക്കും തരണത്. അപ്പോൾ അതും മുടങ്ങാതെ കഴിക്കാൻ നോക്കുക. അതുപോലെ അയൺ ടാബ്ലറ്റും ഒക്കെ മുടങ്ങാതെ കഴിക്കാൻ നോക്കുക. അയൺ കൃത്യമായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ HB ഒക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ഈ പറയുന്ന ഞാനും ചില സമയത്തൊക്കെ മെഡിസിൻ എടുക്കാൻ മറന്നു പോലുണ്ട് കേട്ടോ. പക്ഷേ HB അയൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ HB നന്നായിട്ട് കുറയും. നമ്മളൊരു 10ന് താഴെയൊക്കെ HB വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻസിയിൽ അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാത്തപ്പോഴും നമുക്ക് HB സ്ത്രീകളുടെ ആവശ്യത്തിന് വേണം. അത് ഒരു നോർമൽ റേഞ്ചിൽ നിന്ന് കുറയാതിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല ക്ഷീണമൊക്കെ അനുഭവപ്പെടും. അങ്ങനെ മെഡിസിൻ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് തുണികളുണ്ട് കേട്ടോ മടക്കി വെക്കാനായിട്ട്. നമ്മൾ മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് തുണികളൊക്കെ വിരിച്ചിടൽ കേട്ടോ. അവിടെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നേരെ ഈ റൂമിൽ ബെഡിൽ കൊണ്ടുവന്നിടും. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ വന്നിട്ട് എനിക്കിങ്ങനെ അവൾക്ക് അഡീഷൻ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമുണ്ട്. അവൾ UKG ആണ് പഠിക്കുന്നത്, മോണ്ടിസോറിയാണ്. അപ്പോൾ മോണ്ട് 3 എന്നാണ് അവരുടെ ഇതിൽ UKG. അപ്പോൾ അവൾക്ക് ഈ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന ഒരു തവണ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവൾ അതിൽ ചെയ്യേണ്ട. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്, കാൽക്കുലേറ്ററിൽ അധികം ചെയ്ത് പഠിക്കേണ്ട ശീലിക്കേണ്ട, ഇപ്പോൾ നമ്മൾ സ്വയമേ ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലത്തെ ഫയലില്ലേ, അത് എൻ്റെ എല്ലാ ഫയലുകളും ഞാൻ ഈ ബാഗിലാണ് എടുത്ത് വയ്ക്കൽ. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, കോളേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ ഫയലുകളും ഈ ഒരു ബാഗിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ കയ്യോടെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ ആ ഒരു ഫയലും എടുത്ത് ബാഗിലേക്ക് തിരിച്ച് വെച്ചിട്ടോ. ഇനി പോകാൻ നേരത്ത് ആ ബാഗിൽ നിന്ന് എടുക്കും. ഹോസ്പിറ്റലിൽ ഇനി പോകേണ്ട സമയത്ത് അതിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകണത്. അങ്ങനെ എൻ്റെ തുണി മടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കത് കറക്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞിട്ട് സൗകര്യമില്ലാതെ എൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്കത് അടുത്ത കടക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉമ്മ മുകളിൽ മടക്കി വെച്ച തുണികളൊക്കെ എടുക്കാൻ വന്നതാണ്. അങ്ങനെ തുണികളൊക്കെ എടുത്തുകൊണ്ട് വേണ്ട. അപ്പോൾ അവളോട് ഞാനിങ്ങനെ കിടന്നുറങ്ങുക മതി ചെയ്തത്. അപ്പോൾ ഇനി അവളുടെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് മുടി ഒന്ന് കെട്ടിക്കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് ചീകി നന്നായിട്ട് പൊക്കി കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കെട്ടണതിൻ്റെ ഇടയിൽ അവൾ ബാക്കി ഞാൻ ഇട്ടുകൊടുത്ത കണക്കിരുന്ന് ചെയ്യാൻ കേട്ടോ. എന്തെങ്കിലും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോൺ കൈ കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ വെച്ച് കൊടുത്താലാണ് അടങ്ങിയിരുന്നല്ലോ തരുള്ളൂ. ഇപ്പോൾ മാക്സിമം ഫോൺ ഒഴിവാക്കാൻ
നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പുള്ളിക്കാരീനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അവളുടെ മുടി ഇങ്ങനെ പോണിട്ടൈൽ പോലെ പൊക്കി കെട്ടിയിട്ട്, പിന്നെ അതിങ്ങനെ നമ്മൾ അമ്മക്കെട്ട് എന്നൊക്കെ പറയും, കുടുംബി അമ്മക്കെട്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ. അങ്ങനെ കെട്ടി വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച് കൊടുക്കും. രാവിലെ ആകുമ്പോഴേക്കും ഇതൊക്കെ ആകെ കൊള്ളായിട്ടുണ്ടാവും കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ മുഖത്തോട്ട് പാറിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കെട്ടി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പോയി ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയിട്ട് നന്നായിട്ട് കാല് ഉരച്ച് കഴുകാൻ പറയണേ കേട്ടോ. വൈകിട്ട് മേലൊക്കെ കഴുകുന്നതാണെങ്കിലും ഈ അകത്ത് നടക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കാലിൽ പൊടിയൊക്കെ ഉണ്ടാവുമേ. അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകുകയാണ്. നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യലൊന്നുമില്ല കേട്ടോ. ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും. പിന്നെ ചില സമയങ്ങളിൽ ഓരോ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ മോയ്സ്ചറൈസർ ഇടും, ഇല്ലെങ്കിൽ ഇടില്ല. അതൊക്കെ ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകൽ മുടക്കലില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മോൾക്ക് ഇതാ മൂക്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഇവൾക്ക് അലർജിയുടെ പ്രോബ്ലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഡോക്ടർ തന്ന സ്പ്രേ, മൂക്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് തന്നതാണ് കേട്ടോ. അത് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നന്നായിട്ട് മൂക്കടഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു തണുപ്പും പിന്നെ ഈ ഫാൻ യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഫാൻ ഇട്ടിട്ട് കിടക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഫാൻ ഇടുമ്പോൾ അവൾക്ക് ഇങ്ങനെ മൂക്കടയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെ കിടത്തി ടെഡ്ഡി ബിയറൊക്കെ ആയിട്ട് പുള്ളിക്കാരി കിടന്നു.